പ്ലാനൊക്കെ പൊളിഞ്ഞു പോയി അല്ലേ? ഉള്ളത് പറയാലോ, ചേച്ചി ഓരോ പേര് വിളിക്കുമ്പോഴും അളിയന്റെ മുഖത്തൊരു മ്ലാനതയായിരുന്നു, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെ മ്ലാനത കാണാതിരിക്കും? ഇടി എപ്പം നോക്കിയാലും ഏട്ടാ പോടാ എടാ സിദ്ധു എന്ന് വിളിച്ചോണ്ടിരുന്ന ആള് ടക്കന വന്നിട്ട് സിദ്ധു ഏട്ടാ ഏട്ടായി കോഫി. അത് ഭയങ്കര കൂറായി പോയി ഏട്ടാ. ഏട്ടായി കോഫി എന്തുവായിരുന്നത്? എടാ നിങ്ങളെല്ലാം ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ട് എന്നെ കൊണ്ട് ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ചേ. പറയൂ. ഓഹോ, അപ്പൊ രണ്ടും കൂടെ ചേച്ചിക്ക് വെക്കുവായിരുന്നല്ലേ? ചെറുതായിട്ട് ഇച്ചിരി. ചേച്ചി കുറ്റം പറയാൻ പറ്റില്ലായിരുന്നല്ലേ? ചേച്ചി ഓരോ തവണ വിളിച്ചപ്പോഴും സൂപ്പറായിരുന്നു കേട്ടോ. ചെറുക്കന്റെ വായന കേൾക്കരുത്, മര്യാദ ഒരു കയ്യകലത്തിൽ നിന്ന് മാറുന്നു, അല്ലെങ്കിൽ കിട്ടും രണ്ടിനും. ഓ ആ വിളി കേട്ടാ ചേച്ചി ഉത്തരം പറ, ഞാനിവിടെ ഉണ്ട് എന്ന് പറ. സിദ്ധു ഞാനിവിടെ ഉണ്ട്. ഒരുമാതിരി അളിയനെ വിളിച്ച ആ ഒരു സ്നേഹം കണ്ടായിരുന്നു. ചേച്ചി എന്തിനാണ് ഇപ്പൊ ഒരുമാതിരി മാടി വെക്കുമ്പോലെ ഞാൻ ഇവിടെ ഉണ്ട് ചോളെ എന്നൊക്കെ വിളിക്കുമ്പോ എങ്ങനെ ചേച്ചി ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണത്? ആ ഞാൻ അളിയാ അളിയന്റെ ലച്ചൂസ് ഇവിടെ ഉണ്ട്. എന്താ സിദ്ധു വിളിച്ചേ? ഭാര്യയും ഭർത്താവോട് സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എന്താ കാര്യം? കയറിപ്പോയെ. ഹലോ, ഇവിടെ ആദ്യം നമ്മളാണ് സംസാരിച്ചോണ്ടിരുന്നത്, എന്നിട്ടാണ് വന്നത് അളിയൻ കേട്ടോ. അവരെന്താ കുഴപ്പം? അല്ലെ സിദ്ധു എന്തിനാ വിളിച്ചേന്ന് പറഞ്ഞില്ല? ഒന്നുമില്ല, ചുമ്മാ വിളിച്ചോളൂടോ, കാണാൻ തോന്നിയെന്ന് വിളിച്ചു. അയ്യോ കണ്ട അളിയാ, അളിയന്റെ ആ സ്നേഹം ഉണ്ടല്ലോ അളിയാ, അതിന്റെ മുമ്പിൽ സംസാരിക്കാന്നും പ്രത്യേകിച്ച് ഇല്ലെന്ന്. ചേച്ചി സംസാരിക്കാ. എന്താല്ലേ പിള്ളേരുടെ കാര്യം. അതെ, സിദ്ധുവിന് എന്തെങ്കിലും വേണോ? എനിക്കൊന്നും വേണ്ട. എനിക്ക് ഒരു കാര്യം ചോദിക്കണമായിരുന്നു. എന്താ? നേരത്തെ നമ്മൾ സംസാരിച്ചില്ലേ, ലച്ചൂസ് എന്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ വിളിച്ചില്ലേ എന്നെ? എനിക്ക് ക്ലിയർ ആയില്ല. നീ എന്തൊക്കെയോ വേറൊരാളെ പോലെ പെരുമാറുന്നു, സംസാരിക്കുന്നു, എന്തായിരുന്നത്? ഇല്ലല്ലോ, ഞാൻ സാധാരണ ബിഹേവ് ചെയ്യണ പോലെയല്ലേ ബിഹേവ്. അല്ല, നീ എന്നെ എന്തൊക്കെയോ പേരുകൾ വിളിച്ചു, എന്തൊക്കെയോ. ഇല്ല, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചേ. സിദ്ധു വിളിച്ചില്ല. നീ സിദ്ധു നീ വിളിച്ചില്ല, വേറെന്തൊക്കെയോ വിളിച്ചേ, സിദ്ധു എന്നൊക്കെ വിളിച്ചു. ഇല്ല സിദ്ധു, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചത്. ഉറപ്പാ? ആ ഉറപ്പാ, കൂടുതൽ ആലോചിക്കുന്ന വേണ്ട, ഞാൻ സിദ്ധു തന്നെയാ വിളിച്ചേ. ആ ഓക്കെ, എങ്ങോട്ടാ? ഇപ്പൊ വരാം. എന്താ ലച്ചൂസേ? ഒന്നുമില്ല. സിദ്ധുവേ, സിദ്ധുടാ, ബാ ചോറെടുത്ത് വെച്ചേക്കുന്ന. വരുന്നു. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു സിദ്ധുവിനെ എടാ പോടാന്ന് വിളിക്കരുതെന്ന്? എന്റെ കെട്ടിയോനെ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വിളിക്കും. അമ്മൂമ്മയ്ക്ക് എന്താ? അങ്ങനെ വിളിക്കാൻ പാടില്ല. ഞാൻ വിളിക്കും. എന്താ അമ്മൂമ്മ? എടാ സിദ്ധുവിനെ എടാ പോടാന്നാടാ വിളിക്കുന്നത് ഇപ്പോഴും. ചേച്ചിയല്ലേ, വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊന്നും വിളിക്കില്ല, അങ്ങനെയൊന്നും വിളിക്കില്ലെന്ന്. എന്താന്ന് ചേച്ചി നമ്മള് ഒരാളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയൂ? അയാളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നതിലൂടെയാണ് ഒരാളോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ എന്താണ് അളിയാ സ്നേഹത്തിനെ പറ്റിയൊക്കെ ഒരു ടോക്ക്? അത് പിന്നെ ഒന്നുമില്ലയാ, അമ്മൂമ്മ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു, ലച്ചേച്ചി അളിയനെ ഇങ്ങനെ എടാ പോടാന്നൊന്നും വിളിക്കില്ലേ, പകരം ചേട്ടനെന്നല്ലോ വിളിക്കണമെന്ന്. അമ്മൂമ്മ അങ്ങനെയൊക്കെ പറഞ്ഞ കൊള്ളാം, നല്ല ടോപ്പിക്. സത്യം പറഞ്ഞാലേ ലച്ചൂസ് എന്നെ സിദ്ധു ഏട്ടാന്നൊക്കെ വിളിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ലച്ചൂസ് എന്നെ എടാ പോടാന്നൊക്കെ വിളിച്ച് ശീലിച്ചു പോയില്ലേ. അളിയാ ഒന്നുകൂടെ ലച്ചൂസ് വിളിക്കോ? ലച്ചൂസേ, എന്റെ അമ്മോ, എന്ത് സ്നേഹം അളിയാ വിളി കേൾക്കാനായിട്ട്. ഒരു രക്ഷയില്ല. അത് കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഓടി വന്നത്, അറിയോ? ചേച്ചി ഇപ്പൊ കണ്ട അള എന്തിനാണ് പറഞ്ഞത്? ഏട്ടാന്ന് വിളിക്കണ കേൾക്കാനാണ് ഇഷ്ടമെന്ന്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ചേച്ചിക്ക് പുച്ഛല്ലായിരുന്നു. അളയൊന്ന് തിരിഞ്ഞെന്ന് തിരിഞ്ഞിക്കളയാ. അപ്പോ അളയനെ ചേച്ചി ചേട്ടാന്ന് വിളിക്കും. അപ്പൊ അളയൻ തിരിഞ്ഞോ ഓടാണത് കണ്ടാ, അളയനെ പോടാന്ന് വിളിച്ച്. ഞാൻ നിന്നെ അല്ലാട്ടാ പോടാന്ന് വിളിച്ചത്.
അതാ അളിയനെ നിന്നേന്ന്. പോയാടുന്നു ലച്ചു ലച്ചുവേ ലച്ചൂസേ